വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഞാനിന്ന് ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ബനാന ഹൽവ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതുപോലെ കറുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇതുപോലെ തൊലി കറുത്ത പഴം കൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ ഹൽവ നല്ല ടേസ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായി പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ പഴം അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യും ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പാൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മധുരത്തിനാവശ്യമായ വെല്ലം ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയ വെല്ലം അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഡാർക്ക് ബ്രൗൺ കളറിലുള്ള വെല്ലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൽവ നല്ല ഡാർക്ക് കളറായി കിട്ടുന്നതാണ്. നല്ല രുചിയും മണവും കിട്ടാൻ വേണ്ടി ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷന് വേണ്ടി പ്രസ് ബെല്ലൈക്കൺ. ഓയിലും പഴവും പാലൊക്കെ ചേർന്ന് നല്ല മാവിൻ്റെ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും നെയ്യൊക്കെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ചൂടിൽ കിടന്ന് തന്നെ അതൊന്ന് നന്നായി ഫ്രൈ ആയിക്കൊള്ളും. ഇനി ഇതിൽ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ചെറു ചൂടിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിവിടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഇത് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. കൈവിടാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് കൈക്കൊക്കെ റെസ്റ്റ് കൊടുക്കാം. പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കരിഞ്ഞു പോയാൽ ഇതിന് കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്.
ഇനി ഇത് കുറച്ചും കൂടി ഒരു നല്ല കളറാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ എണ്ണയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ നല്ലൊരു സ്റ്റിക്കി ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് മേൽഭാഗം ഒന്ന് പരത്തിയെടുക്കാം. ഇതാ ഇതുപോലൊരു ചെറിയ പാത്രം വെച്ച് ഇതിൻ്റെ മുൾഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മേലെ നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം. ഹൽവ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഹൽവയുടെ ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.